നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി രാജ്യസഭാ അംഗം കൂടിയായ ശ്രീ സി സദാനന്ദൻ മാസ്റ്ററാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ തന്നെ ദേശീയതലത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും ശ്രദ്ധയിലേക്ക് വന്നത് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ കൃത്രിമക്കാൽ രാജ്യസഭയിൽ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ഗണഗീതം പാടിയതുമായും മറ്റും ബന്ധപ്പെട്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഇക്കാര്യം തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പ്രസംഗത്തിലൂടെയും മറ്റും പരാമർശിക്കുകയും ചെയ്തു. CPMൻ്റെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ രണ്ടു കാലുകളും നഷ്ടപ്പെട്ട സദാനന്ദ മാസ്റ്ററാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. രാജ്യസഭയിലെത്തിയപ്പോൾ രാജ്യസഭാ മെമ്പറായി സ്ഥാനമേറ്റത് തന്നെ ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഇത്തരത്തിലൊരു പ്രവൃത്തി, അതായത് കൃത്രിമക്കാൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക, ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഈ കാല് അവിടെ പ്രദർശിപ്പിക്കുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുക, ഗണഗീതം പാടുക, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഈ കോൺഗ്രസ് CPMൻ്റെ അക്രമ രാഷ്ട്രീയം ദേശീയതലത്തിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നോ? ഇതില് ഞാൻ CPM അക്രമത്തിനിരയായ ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരും മറ്റാളുകളും ഒക്കെ എന്നെ സമീപിച്ച് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ നടക്കുന്ന CPM അക്രമത്തിന്റെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണോ ഇങ്ങനെ ഒരു നോമിനേഷൻ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഒരിക്കലുമല്ല. ദേശീയ തലത്തിൽ CPIMന്റെ അക്രമ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി, ക്യാമ്പയിനിങ്ങിന്റെ ഫലമായിട്ട്. അപ്പൊ ഈ നോമിനേഷൻ എന്ന് പറയുന്നത് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മുന്നോട്ട് വയ്ക്കുന്ന വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൈപിടിച്ചുയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, അതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് MP ആയി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു സന്ദേശം. പക്ഷെ സ്വാഭാവികമാണ്, എനിക്ക് നേരെ ഉണ്ടായ അക്രമം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത് ഇത് വലിയ തോതിൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടുവന്ന് ചർച്ച നടത്തി വീണ്ടും നമ്മുടെ സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം. അപ്പൊ അതിന് ഭംഗം വരുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാനത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാജ്യസഭയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിന് അനുഗുണമായി തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, NDAയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശിക്കുന്ന കൂട്ടത്തിൽ തികച്ചും ഏകപക്ഷീയമായി നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, നിങ്ങൾ അക്രമകാരികളാണ്, നിങ്ങൾ ജനാധിപത്യ വിരുദ്ധരാണ് എന്നൊക്കെയുള്ള പല്ലവി നിരന്തരമായി രാജ്യസഭയിൽ ഞാൻ വന്നതിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് ആരാണ്? എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളെ ഹനിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ ബോധത്തിന് മേലെ കരുതൽ പടർത്തിക്കൊണ്ട്, ഏകപക്ഷീയമായ സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്നുള്ള അവരുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത്. അവരുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ പരിക്കേൽക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അനാഥരാകുന്നത്, സഹോദരിമാർ വിധവകളാകുന്നത്, അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്നത്? ഈ സാഹചര്യം എല്ലാം സൃഷ്ടിച്ചവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ മുഖം എന്ത് എന്ന് ലോകത്തെ കാണിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ഇത്തരം പ്രവർത്തികൾ ഇനി നമ്മുടെ നാട്ടിൽ അരുത് എന്ന ആത്മാർത്ഥമായൊരു ആഗ്രഹം എനിക്ക് വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിനുമുണ്ട്. പ്രസ്ഥാനത്തിന്റെ വീക്ഷണമാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രയോക്താക്കളായിട്ടുള്ള CPIMന്റെ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയം അരുത് എന്നുള്ളത്. ആ നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആവിഷ്കാരം വേണം എന്ന ചിന്തയും കൂടിയാണ് രാജ്യസഭയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ്. നമുക്കറിയാം, താങ്കളുടെ ഈ പ്രസംഗത്തിനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നത് ജോൺ ബ്രിട്ടാസാണ്, രാജ്യസഭയിലെ ഇടതുപക്ഷ MP. അദ്ദേഹം പറഞ്ഞത് RSകാർ അല്ലെങ്കിൽ BJPക്കാർ മാത്രമല്ല, നിരവധി ആളുകൾ വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ CPMക്കാർ കൊല്ലപ്പെട്ടവരിലുണ്ട്. അവരുടെ വിഷയം കൂടി ദേശീയ ശ്രദ്ധയിലെത്തിക്കണം, ഇത് മാത്രം പോരാ എന്നാണ്. അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തത് അദ്ദേഹം.
രഞ്ജിത്ത്, രണ്ട് സൈഡിലുമല്ല, എല്ലാ വശങ്ങളിലേക്കും നോക്കൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. CPIM എന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിന് കാലം സാക്ഷിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ആക്രമണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടവർ. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെയും അവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഹിതകരമല്ലാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ പറയുന്നവരെ, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്. കോൺഗ്രസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്, ലീഗുകാരെ ആക്രമിച്ചിട്ടുണ്ട്. CPIയുടെ പോലും, നിങ്ങൾ കണ്ണൂരിൽ വരൂ. കണ്ണൂരിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI പ്രവർത്തകനെ പരസ്യമായി വെട്ടിക്കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ പ്രദേശത്ത്, മുഴക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് CPIയുടെ ഒരു പ്രോമിസിംഗ് ഫിഗർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു CPIയുടെ കേഡറായിരുന്നു ഈ ദാമോദരൻ, കൊല്ലപ്പെട്ട ആള്. അദ്ദേഹത്തെ കൊന്നൊടുക്കി. CPI എന്ന് പറഞ്ഞാൽ CPIയും CPIയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒരേ ആശയത്തിന്റെ വക്താക്കളാണ്, ഒരേ കൊടി പേറുന്നവരാണ്. എന്നിട്ട് പോലും CPIക്ക് പോലും രക്ഷയുണ്ടായില്ല. പാർട്ടിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് മറ്റ് പാർട്ടിയുടെ നയങ്ങളോ കൊടിയോ ഉപേക്ഷിക്കാതെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അതിന്റെ പേരിലാണ് MV രാഘവൻ ആക്രമിക്കപ്പെട്ടത്. MV രാഘവൻ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നോക്കൂ, കണ്ണൂർ ജില്ലയിലെ സ്നേക് പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു ജീവി സങ്കേതമുണ്ട്. ആ സങ്കേതത്തിൽ നടത്തിയ ആക്രമ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ്. വീട്ടമ്മമാരെ, സാഹിത്യകാരന്മാരെ, മാധ്യമ പ്രവർത്തകരെ ഒക്കെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന എല്ലാവരെയും അവർ ആക്രമിക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് ജയകൃഷ്ണ മാഷെ കൊലപ്പെടുത്തിയത്, ക്ലാസ് മുറിയിൽ വെച്ച്, കുട്ടിയുടെ മുന്നിൽ വെച്ച്. അപ്പൊ ഈ നിലയ്ക്കുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു എല്ലാ ഭാഗത്തു നിന്നും. ആ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് CPIM-നും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആ നഷ്ടങ്ങൾ ഇനി ആവർത്തിക്കരുത്. പരസ്പരം ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആയുധങ്ങൾ എടുത്ത് നോക്കൂ. താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ ഞാൻ പെടുത്താം. എന്റെ കേസിൽ അന്തിമ വിധി പറഞ്ഞ ഹൈക്കോർട്ടിലെ ബഹുമാന്യായ ജഡ്ജി പറഞ്ഞത്, രാഷ്ട്രീയം തെരുവിൽ ആയുധം ഉപയോഗിച്ചല്ല പരസ്പരം വ്യവഹരിക്കേണ്ടത്, മറിച്ച് ആശയങ്ങൾ തമ്മിലാണ് പോരാടേണ്ടത്. ആയുധം താഴെ വെക്കണം. ആയുധം താഴെ വെക്കാനുള്ള ഒരു സൂചകം എന്ന കൂടിയായിട്ടാണ് എന്റെ കേസിൽ CPIM-ന്റെ പ്രതികളായിട്ടുള്ള 8 പേരെ ശിക്ഷിച്ചത്. ആ ശിക്ഷക്കെതിരെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി അപ്പീലിൽ പോലും സ്വീകരിക്കാതെ ഇന്ന് ആ പ്രതികൾ ജയിലിൽ കഴിയുകയാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള സാഹചര്യം CPIM ആയിട്ടുണ്ടാക്കുകയാണ്. ഇനി ജോൺ ബ്രിട്ടാസ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ശരി, അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാർ, വക്താക്കൾ എല്ലാം CPIM ആണ്. അവരുടെ പ്രവൃത്തിയുടെ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, അവർക്കും നഷ്ടം സംഭവിക്കുന്നു. ഇത് ദൗർഭാഗ്യകരമാണ്, യാതൊരു തർക്കവുമില്ല. ഇതൊരിക്കലും സംഭവിക്കരുത്, ഈ രണ്ടും സംഭവിക്കരുത്. പക്ഷേ മാഷെ, ഒരു പ്രശ്നം, ഈ സമീപകാലത്തായി ഈ അക്രമ രാഷ്ട്രീയത്തിലൊക്കെ ഒരു വല്ലാത്ത മാറ്റം വന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. കാരണം പലതരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒക്കെ കണ്ണൂരിൽ, വടക്കൻ കേരളത്തിലൊക്കെ CPM BJP സംഘർഷമായാലും CPM കോൺഗ്രസ് സംഘർഷമായാലും രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ വല്ലാത്ത തോതിലുള്ള കുറവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ താങ്കൾ ഈ വിഷയം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടിടുമ്പോൾ അതെന്ത് പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. വീണ്ടും ഈ വിഷയം ചർച്ചയാവുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടാനും ഇടയാക്കില്ലേ എന്ന സംശയം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ രാജ്യസഭാംഗമായുള്ള എന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു നോക്കൂ, ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രദേശത്ത് സമാധാനം കൈവന്നിട്ടുണ്ട്. അതിന് സമാധാനം കൈവരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പലവട്ടം ആക്രമിക്കപ്പെട്ടിട്ടും നമ്മൾ സമാധാനത്തിന്റെ വഴിയെ സഞ്ചരിക്കണം എന്നൊരു ഉറച്ച നിലപാട് സംഘപ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു. മറുപക്ഷത്ത് എന്താ സംഭവിച്ചത്? CPIM-ന്റെ തൃശ്ശൂർ, വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാര്യമായ ചർച്ച നടത്തുകയെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അപ്പൊ നമ്മളായിട്ട് ഇനി ഒരു അക്രമം നടത്തരുത് എന്നവർ തീരുമാനിക്കുന്നു. അപ്പൊ CPIM അക്രമം ഇനി ഞങ്ങളായിട്ട് നടത്തില്ല എന്ന് തീരുമാനിച്ചതോടെ അക്രമം അവസാനിക്കുന്നു. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? അക്രമ രാഷ്ട്രീയം ഉണ്ടായത് CPIM-ന്റെ തീരുമാനപ്രകാരം തന്നെയാണെന്നാണ്. വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അക്രമം നിന്നുവെങ്കിൽ, വേണമെന്ന് തീരുമാനിച്ച
തീരുമാനിച്ച സമയത്താണ് അക്രമം നടന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിന്റെ ഫലമായിട്ട് നാട്ടിൽ ഇന്ന് സമാധാനം കൈവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നോക്കൂ, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച സഹോദരിമാരായിട്ടുള്ള കാര്യകർത്താക്കന്മാരുടെ വീടുകളിൽ ചെന്ന് ആക്രമണം നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ നോക്കൂ, പയ്യന്നൂരിൽ പാർട്ടി നയങ്ങൾക്കെതിരെ പൊതുവിൽ രംഗത്ത് വന്ന പ്രതികരിച്ച അവരുടെ തന്നെ മുതിർന്ന ഒരു നേതാവിനെതിരെയുള്ള കൊലവിളിയും അതുമായ സംഭവങ്ങളൊക്കെ കണ്ണൂരിൽ അരങ്ങേറുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വന്ന് പടക്കം പൊട്ടിക്കുന്നു, അദ്ദേഹത്തെ അനുകൂലിച്ച ആളുടെ വീട്ടിലെ മോട്ടോർ ബൈക്ക് കത്തിക്കുന്നു, അദ്ദേഹത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രം ഒരു ചിത്രകാരന്റെ ആവിഷ്കാരത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരം മനോഭാവമാണ് മെല്ലെ 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 വീണ്ടും പഴയതിലേക്ക് എത്തുക. അത് എത്തരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് CPIM നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായ സംഘടനാ സ്വാതന്ത്ര്യത്തിന് എതിരായി വരുന്ന സാഹചര്യത്തെ ചെറുക്കാൻ വേണ്ടി, ചെറുക്കുക എന്ന് പറയുമ്പോൾ മറ്റർത്ഥത്തിലല്ല, അവരിൽ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഇനി ഉണ്ടാവരുത് എന്ന ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം സഫലമാകും എന്നാണ് പ്രതീക്ഷ. ഈ കണ്ണൂരിലെ സമാധാനം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അക്രമ രാഷ്ട്രീയത്തിലുള്ള ഒരു സമാധാനം, വടക്കൻ കേരളത്തിലെ ഒരു സമാധാനമൊക്കെ ഒരു ചർച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണോ? ആരുടെയെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നോ? അത് വിജയകരമായി തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഈ അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്ന സന്ദർഭങ്ങളിലൊക്കെ പതിവിൻപടിയുള്ള സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. അതിനു പുറമെ അനേകം പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന അനേകം വ്യക്തികൾ, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ, ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലുള്ള ആളുകളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് സമാധാന സംരംഭം അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി ആരൊക്കെയാണോ സമാധാന ഭംഗത്തിന് മുൻകൈ എടുക്കുന്നത് അത്തരക്കാരെയൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയും സംവദിക്കുകയും, രണ്ടു പക്ഷം ഉണ്ടാകുമല്ലോ ഏത് അക്രമത്തിനും. ഈ രണ്ടു പക്ഷത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ചിരുത്തി സമാധാനത്തിലേക്ക് വരേണ്ട കാര്യം, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കേട്ട കാര്യമാണല്ലോ, രഹസ്യമൊന്നുമല്ലല്ലോ. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചർച്ച നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ നിലയ്ക്ക് അത് സ്വീകരിക്കപ്പെടുകയും ഉൾക്കൊള്ളപ്പെടുകയും നമ്മുടെ നാട്ടിൽ സമാധാനം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെയാണ് സമാധാനം ഉണ്ടായത്. നമുക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, കാലങ്ങളായി പരസ്പരം പോരടിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് BJPയും CPMഉം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മുഖ്യ ശത്രു CPM ആണോ അതോ കോൺഗ്രസ് ആണോ? ശ്രീ രഞ്ജിത്ത്, RSSന് മുഖ്യശത്രു എന്നൊരു സങ്കല്പമേ ഇല്ല. RSSന്റെ സങ്കല്പം എന്ന് പറയുന്നത് ശരിയാണ്, നമ്മുടെ ആശയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരെ ഞങ്ങൾ പ്രതിയോഗികൾ എന്നാണ് വിളിക്കാറ്, ശത്രുക്കൾ എന്ന് വിളിക്കാറില്ല. ശത്രു എന്ന് പറയുമ്പോൾ ആ ശത്രു സംഹരിക്കപ്പെടേണ്ടവനാണ്, അവൻ ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സങ്കല്പമേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനില്ല. സംഘത്തിന്റെ മുമ്പിൽ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഒന്ന്, ഇന്ന് സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്നവരും നാളെ സംഘത്തോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകേണ്ടവരും. ഇന്ന് നമ്മോടൊപ്പമുള്ളവർ നാളെ നമ്മോടൊപ്പം വരേണ്ടവർ. ഈ സങ്കല്പം മാത്രമേ RSSനുള്ളൂ. ശത്രുത എന്നൊരു പ്രയോഗമേ ഇല്ല, ശത്രു സങ്കല്പവുമില്ല. അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഇന്നാളാണ് ഞങ്ങളുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയാനും നിർവാഹമില്ല, ക്ഷമിക്കണം. അല്ല, അതിനകത്തൊരു പ്രശ്നമുള്ളത് പക്ഷേ, നമുക്കറിയാം സമീപകാലത്തൊന്നും വളരെ വേഗം അത്ര പെട്ടെന്ന് BJPക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികാരത്തെത്താൻ സാധിക്കില്ല. കുറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും. അതിനുള്ള സീറ്റെണ്ണമൊക്കെ തയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്നൊരു കാര്യമുണ്ടല്ലോ. പിണറായി വിജയൻ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരിക, അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും, അതിനുള്ള സഹായം BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തുനിന്നുണ്ടാകും. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം ദേശീയതലത്തിൽ തന്നെ ഉള്ളതാണ്, നമുക്കറിയാം. ഒരു കോൺഗ്രസ് മുക്ത ഭാരതമൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് BJP അടക്കം. ദേശീയതലത്തിൽ അത് വലിയ ഒരു സ്ലോഗനായി കൊണ്ടു നടക്കുന്നതുമാണ്. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം BJPക്കും RSSനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരണമെന്നാണല്ലോ ആഗ്രഹം. കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നത്. അല്ലാതെ CPM അധികാരത്തിൽ വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ. ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല, അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതല്ല. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ചില തെറ്റായ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നമ്മുടെ നാടിന് ഗുണകരമല്ല. നമ്മുടെ നാടിന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ സ്വാതന്ത്ര്യം നേടി 10-80 വർഷം ആവാൻ പോകുന്നു. ആ സാഹചര്യത്തിൽ പോലും
പോലും നമ്മൾ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്തവരായി, ദുരിതം അനുഭവിക്കുന്നവരായി, മേൽക്കൂരയുള്ള വീടുകളില്ലാത്തവരായി കഴിയുന്ന അനേകം കോടാനുകൂടി ആളുകളുണ്ട്. അത്തരം ആളുകളെയൊക്കെ ഉദ്ധരിച്ച് കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ പ്രീണനത്തിന്റെ, അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, സ്വജനപക്ഷപാതത്തിന്റെ ഇതൊക്കെ ആയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് അകന്നു പോകണം. അതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ആഗ്രഹിക്കുന്നത്. അതിന് കേരളത്തിൽ CPIM ആണ് അത്തരം ആശയങ്ങൾ പിന്തുടരുന്നെങ്കിൽ അത്തരം ആശയങ്ങൾ ഇല്ലാതെയാകണം. അതുകൊണ്ട് ആകെ കൂടി നമ്മൾ ഭാവാത്മകമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം സാധ്യമാകുന്ന ആശയങ്ങൾ ആവിഷ്കരിക്കപ്പെടണം. അത് ഞങ്ങൾ പറയുക ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു. ഒരു പരിധിവരെ ജനങ്ങൾ അത് സ്വീകരിക്കുന്നുമുണ്ട്. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയാൻ കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കേരളത്തിൽ ഭരണം പിടിക്കാൻ ആവശ്യമായ അത്രയുമുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ പരിശ്രമത്തിലാണ്. ഈ കോൺഗ്രസ്, നമ്മൾ ഈ സമീപകാലത്ത് കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അതും പ്രധാന നേതാക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ചില കോൺഗ്രസ് നേതാക്കളെയെങ്കിലും തിരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്താൻ RSS ലക്ഷ്യം വെക്കുന്നു. അതിന് ഏറ്റവും പ്രധാനി ഒന്ന് ശ്രീ K മുരളീധരനാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, K സുധാകരനുണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കളെ RSS ലക്ഷ്യം വെക്കുന്നുവെന്നും അവരെ തോൽപ്പിക്കാനായി മറുവശത്ത്, അതായത് CPM വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള പ്രചരണമുണ്ട്. നേമത്ത് നിങ്ങളുടെ സീറ്റ് എണ്ണം പൂട്ടിയത്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിച്ചത് K മുരളീധരനാണ്. മുരളീധരനെ പോലെയുള്ള ഒരു നേതാവിനെതിരെ സ്വാഭാവികമായും ആ ഒരു വൈരാഗ്യം, വിരോധം RSSന് അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാകുമല്ലോ. അത് അവരെ നയിക്കുന്ന ഒരു പ്രത്യേകതരം കോംപ്ലക്സ് ആണ് എന്നാണ് ഞാൻ അതിനെ കുറിച്ച് പറയുക. അതായത് ഇവർ ഞങ്ങളെ തോൽപ്പിച്ചു കളയുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. ആ ഭയമാണ് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ ശ്രീ രഞ്ജിത്ത്? നേമത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധ്യനായ രാജേട്ടൻ ജയിച്ചു, MLA ആയി. അടുത്ത തവണ നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് അത് പൂട്ടിക്കാൻ വേണ്ടി മുരളീധരൻ അവിടെ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹം ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ തോൽവിയും ഞങ്ങളായിട്ട് ഒരു വലിയ കാര്യമായി നേടിയതാണ് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്ന ഏറ്റവും ആഭാസകരമായ വാദങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ ഇത്തരക്കാർക്കൊക്കെ ഒരു ഭയമുണ്ട്. ഇവരൊക്കെ എവിടെയെങ്കിലും മത്സരിച്ചാൽ RSSകാർ വന്ന് ഞങ്ങളെ തോൽപ്പിച്ച് കളയുമോ എന്നൊരു ഭയമുണ്ട്. അപ്പൊ ആ ഭയത്തിൽ നിന്നുണ്ടാകുന്ന, അതുവഴി രൂപപ്പെടുന്ന ഒരു കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്ന വെളിപാടുകളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുക. അല്ലാതെ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ജയിക്കുക, ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുക, കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, കോൺഗ്രസും ഈ അന്തർധാര ഭയപ്പെടുന്നുണ്ട്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനം വലിയ തോതിൽ നടത്തുന്നു. ഇപ്പോൾ ഇതായ ഒരു യാത്ര സതീഷിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടിയ ഒരു പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. പക്ഷേ അപ്പോഴും ഈ ഒരു അന്തർധാര, നമ്മൾ നേരത്തെ പറഞ്ഞ അന്തർധാര, അതായത് CPMഉം BJPയുമായുള്ള അന്തർധാര പല മണ്ഡലങ്ങളിലും, ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ CPMന് വോട്ട് ചെയ്യാൻ BJP തയ്യാറായാൽ ഈ കോൺഗ്രസിൻ്റെ ഈ സ്വപ്നം പൂവണിയില്ല അടുത്ത തെരഞ്ഞെടുപ്പിലും. തികഞ്ഞ ആത്മവഞ്ചനയല്ലേ ശ്രീ രഞ്ജിത്ത് ഈ പറയുന്നത്? കാരണം ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള പലയിടങ്ങളിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഈ രണ്ടു കൂട്ടരും ചേർന്നാണ്, ഇന്ത്യ സഖ്യമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. നോക്കൂ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയ മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 10-65ഓളം ഡിവിഷനുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഈ രണ്ടു കൂട്ടരും, ഇന്ത്യ സഖ്യം, അത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. കോൺഗ്രസ്, LDFും UDFും ചേർന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്? ഈ പറയുന്ന LDFും UDFും ചേരുന്നു, അവരോടൊപ്പം ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾ കൂടി ചേരുന്നു, രാഷ്ട്രവിരുദ്ധ ശക്തികൾ കൂടി ചേരുന്നു, അവിടെ തോൽപ്പിക്കുന്നു. നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കാനാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന്റെ പുതിയൊരു ആവിഷ്കാരം കേരളത്തിൽ, അതിൽ ഇസ്ലാമിക ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള, PFIയെ പോലെ, SDPIയെ പോലെയുള്ള ശക്തികളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പരാജയം ഉറപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതാണ് അന്തർധാര. അല്ലാതെ ഞങ്ങളും മറ്റാരെങ്കിലും തമ്മിലുള്ള അല്ല അന്തർധാര. അന്തർധാര ഇന്ത്യ സഖ്യം കൊണ്ടുവരുന്ന അന്തർധാരയാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഈ താങ്കൾ ഈ പറഞ്ഞ അന്തർധാര, ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞു, ഈ അന്തർധാര അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കണമല്ലോ. പ്രത്യേകിച്ചും CPMഉം കോൺഗ്രസും ഒരുമിച്ചാൽ, പ്രത്യേകിച്ചും BJP ജയിക്കാൻ സാധ്യതയുള്ള നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 30ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് BJP ജയിക്കാൻ വേണ്ടി ആഞ്ഞ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ തരത്തിലുള്ള അന്തർധാര
നിങ്ങൾ ഭയക്കുന്ന അന്തർധാര കോൺഗ്രസും CPM ഉണ്ടായാൽ, പരസ്പരം വോട്ട് കച്ചവടമൊക്കെ സംഭവിച്ചാൽ BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കാത്ത പശ്ചാത്തലം ഒരുങ്ങും. വീണ്ടും അതൊരു മോഹമായി അവശേഷിക്കും. ഇല്ല, ഞങ്ങൾ ആ സാഹചര്യത്തെ ധീരമായി നേരിടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, അത് പറയേണ്ട വേദിയുമല്ലല്ലോ. ഞങ്ങള് അടിസ്ഥാനപരമായി ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തകന്മാർക്ക് നൽകുന്ന നിർദ്ദേശം ആ നിലയ്ക്കുള്ളതാണ്. ഏത് തരത്തിലും എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രദേശത്തും വിജയിക്കേണ്ടത് എന്നതിന് ഞങ്ങളുടേതായ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. ഞങ്ങളത് പ്രവർത്തകരെ വേണ്ട രീതിയിൽ ആ കാര്യത്തിൽ സജ്ജരാക്കുന്നുണ്ട്. നമുക്കറിയാം, രണ്ടു കൂട്ടരും ചേർന്നാലും ജനങ്ങൾക്ക് അവരെക്കുറിച്ച് ബോധ്യം വരും, എന്തുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ഒന്നിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഇവരുടെ ഇരട്ടത്താപ്പും ആത്മവഞ്ചനയും ജനങ്ങൾ തിരിച്ചറിയുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയേ ഇല്ല. അവരത് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമോ വിജയത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമോ ഉണ്ടാവുകയില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 12 മണ്ഡലങ്ങളിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്തും 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഉറപ്പാണ് ഇവർ രണ്ടു കൂട്ടരും ഞങ്ങൾ ജയിക്കാതിരിക്കാൻ ഒന്നിച്ചു വരും. പക്ഷെ ഇത് ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുമ്പോൾ അവർക്ക് ഇവരുടെ ഇരട്ടത്താപ്പ് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായി ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയത്തിൽ തിരിച്ച് നമുക്ക് കേരള ബജറ്റിലേക്കൊന്ന് വന്നാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. വിഴിഞ്ഞത്തിന് പൈസ ഉണ്ടാകും, അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കും, മറ്റടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഭരണം കിട്ടിയ പാർട്ടിയാണ്, തലസ്ഥാന വികസനത്തിനായി കുറേ പദ്ധതികൾ ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ ആമമുട്ട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിയത് കഷ്ടമായി പോയില്ലേ? പ്രത്യേകിച്ചും ജനങ്ങൾ ജയിപ്പിച്ച നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ട് നിൽക്കുകയാണ്. എന്താണ് ബജറ്റിലൂടെ കേരളത്തിന് കേന്ദ്രം നൽകിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ? ഇതില് ഒരു കാര്യം, കേന്ദ്ര ബജറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്നതല്ല. അത് മുഴുവൻ ദേശത്തിനും ബാധകമായ വിഷയങ്ങളാണ് ബജറ്റിലൂടെ ആവിഷ്കരിക്കപ്പെടുക. ഇപ്പൊ കേരളത്തിന് പ്രത്യേകിച്ച് കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ ക്ഷേമ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ കേരളീയരാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഗവേഷണ കേന്ദ്രം, അതിനെപ്പറ്റിയുള്ള കളിയാക്കലുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തരത്തിൽ ജനങ്ങളിൽ അവരെ കുറിച്ചുള്ള തെറ്റായ ധാരണ പരത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ആമയുടെ പേര് നോക്കൂ, നമ്മളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, കടലിനെ സ്നേഹിക്കുന്നവരാണ്, കടൽ സമ്പത്തിനെ സ്നേഹിക്കുന്നവരാണ്, വനത്തെയും വനസമ്പത്തിനെയും സ്നേഹിക്കുന്നവരാണ്. ഇപ്പൊ നമ്മള് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ പാടില്ല. അതെ, നമ്മുടെ എന്തുകൊണ്ടാണ് വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്? നമ്മുടെ നാട്ടിന്റെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പരിസ്ഥിതി സംബന്ധമായ ശക്തമായ കർശനമായ നിയമങ്ങൾ വരുന്നത്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളെ പോലും കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കോളും, എങ്ങോട്ടാണ് ഇവരുടെ ചിന്ത പോകുന്നത് എന്ന്. അപ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായകമാകുന്ന തരത്തിൽ നോക്കൂ, സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചുള്ള എത്രയെത്ര നല്ല പദ്ധതികൾ വരുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ, എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകൾ ഉണ്ടാകാൻ പോകുന്നു. ഭൗതിക സാഹചര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നിലപാടുകളും പദ്ധതികളും നമ്മൾ കൊണ്ടുവരുന്നു. EBG റാംജി പോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം മാത്രം ഉണ്ടായിരുന്നത് 125 ദിവസമായി വർദ്ധിപ്പിക്കുന്നു. അതിൽ തന്നെ കാർഷിക മേഖലയിലുള്ളവർക്ക് വേണമെങ്കിൽ 10-60 ദിവസം വിട്ടു നിൽക്കാൻ സാധിക്കുന്നു. തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനം എന്ന നിലയ്ക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. നമ്മുടെ അമ്മമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകുന്നു. സഹോദരിമാരുടെ സംരക്ഷണത്തിന് പദ്ധതി ഉണ്ടാകുന്നു. പോഷണത്തിന് കൊച്ചു കുട്ടികൾക്ക് ശിശുവാടിക കേന്ദ്രീകരിച്ചൊക്കെയുള്ള മറ്റ് പദ്ധതികൾ ഉണ്ടാകുന്നു. ഈ പദ്ധതികളൊക്കെ കേരളവും ഗുണഭോക്താക്കളാണ് അതിന്റെ. ആവാസ് യോജനയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളാവട്ടെ. ഇപ്പൊ നോക്കൂ, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിഷേധിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലില്ലേ? PM ശ്രീ പദ്ധതി പോലെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന നല്ല ഒരു പദ്ധതി ഉണ്ടായിട്ട് പോലും അതിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ അത് അംഗീകരിച്ചു, പിന്നീട് വീണ്ടും ഞങ്ങൾ അതിലില്ല എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 6 വരി പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആരാണ് 6 വരി പാതയുടെ യഥാർത്ഥത്തിലുള്ള
പ്രയോക്താക്കൾ ആരാണ് കൊണ്ടുവന്നത്? ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നടത്തിയ സംഭാഷണത്തിന്റെ കാര്യം മുഖ്യമന്ത്രി തന്നെ നമ്മോട് വെളിപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് 6 വരി പാത നിങ്ങളുടെ നാട്ടിൽ നടക്കാത്തത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു എന്ന് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൽജീവൻ മിഷൻ ഇപ്പോ ഏതാണ്ട് അത് നിലച്ച മട്ടാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അതിലേക്ക് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജലലഭ്യത നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ അനേകം പദ്ധതികൾ വേറെ, ഇപ്പൊ ആയുഷ്മാൻ ഭാരത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഏറ്റവും ഉദാത്തമായ ഒരു പദ്ധതി. ആ പദ്ധതി കേരളത്തിൽ ഇന്ന് നിലവിലില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ വിഹിതം കൊടുക്കാൻ അവർ സന്നദ്ധമാവുന്നില്ല. കേരള സർക്കാർ അതിലേക്ക് നൽകേണ്ട വിഹിതം അവർ കൊടുക്കുന്നില്ല. കേന്ദ്രം തയ്യാറാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ പദ്ധതികൾ അനേകമുണ്ട്. ആ പദ്ധതികളുടെ ഒക്കെ ഗുണഭോക്താക്കൾ കേരളീയരും നമ്മൾ മലയാളികളും ആണ്. പുതിയ പദ്ധതികൾ ഇനിയും വരും. ഈ പറയുന്ന രീതിയിൽ കേരളത്തിന് അനുഗുണമായ എല്ലാ ഇന്നലെ വരെ ആരാധ്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശത്തെയും തുല്യ പരിഗണനയോടെ കാണുന്ന ഒരു സമീപനമാണ് പാർട്ടിക്കുള്ളത്, ദേശീയ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവസാനമായി ഒരു ചോദ്യം കൂടി മാഷെ, അതായത് ഈ പ്രസംഗത്തിന് ശേഷം, രാജ്യസഭയിലെ പ്രസംഗത്തിന് ശേഷം അമിത്ഷാജിയെയും മോദിജിയെയും ഒക്കെ കണ്ടിരുന്നോ? അവർ താങ്കളുടെ പേര് പറഞ്ഞ്, താങ്കളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ താങ്കളുടെ പേര് പറഞ്ഞ് അവർ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം കാണാനോ ഇക്കാര്യം പങ്കുവെക്കാനോ ഒക്കെ അവസരം കിട്ടിയോ? തീർച്ചയായിട്ടും ഞാൻ മോദിജിയായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അടുത്ത് തന്നെ എനിക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ, അത് ഇതല്ല, മറ്റനേകം കാര്യങ്ങൾ വികസന സംബന്ധമായിട്ടുള്ള നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന മലബാർ പ്രദേശത്തിന്റെ, വടക്കേ മലബാർ പ്രദേശത്തിന്റെ, കണ്ണൂർ ജില്ലയുടെ ഒക്കെ വികസനവുമായി ബന്ധപ്പെട്ട അനേകം സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളുമായി പങ്കുവെക്കാനും ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ സുരക്ഷയും സ്വൈര്യ ജീവിതവും ഉറപ്പുവരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ആശയവിനിമയം ഞങ്ങൾ തമ്മിൽ നടത്തും. നേരിട്ട് സമീപ ഭാവിയിൽ തന്നെ പ്രധാനമന്ത്രിയെയും ആരാധ്യനായ ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കാണാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി. താങ്കളുടെ വിലപ്പെട്ട സമയമാണെന്നറിയാം. ഒരുപാട് തിരക്കുകളുണ്ട്. രാജ്യസഭാ എം എ നിലയ്ക്കുള്ള തിരക്കുണ്ട്, BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് നിലയ്ക്കുള്ള തിരക്കുണ്ട്. ഏതായാലും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് നന്ദി. നമസ്കാരം. താങ്ക് യു. ന്യൂസ് 18 പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.